ഹലോ, തീറ്റപ്രാന്തന്മാരുടെ ഇന്നത്തെ എപ്പിസോഡിൽ വറുത്തരച്ച് പുരട്ടിയ ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. അപ്പോൾ തയ്യാറാക്കാൻ തുടങ്ങിയാലോ? ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. 12 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഉണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പൂ, 1 ഏലക്ക, 1 തക്കോലം ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. 5-6 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 2 ടീസ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ ജീരകം ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇനി ആറാനായിട്ട് വെക്കാം. ആറിയതിന് ശേഷം ഇത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഇത് ആറുന്ന സമയം കൊണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായി മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നേരത്തെ വറുത്തെടുത്ത തേങ്ങയും മസാലയും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തൊടാതെ അരച്ചതാണ്. അത് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ആ ജാറിലേക്ക് അല്പം ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി തുടങ്ങാം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത്. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 20 ചെറിയ ഉള്ളി, 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്പം ഉപ്പൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റുക. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. ഒരു തക്കാളി ആ സ്റ്റൗവിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കുകയാണ്. അതൊന്ന് ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് പേസ്റ്റാക്കി എടുക്കണം. അതുകൊണ്ട് ആ തക്കാളി ഒന്നും ചൂടായി കിട്ടാനാണ് അങ്ങനെ വെച്ച് കൊടുക്കുന്നത്. തക്കാളി അതിൻ്റെ തൊലിയെല്ലാം ഞാൻ മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കാം. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചൂടാക്കി അത് പേസ്റ്റാക്കി എടുത്തുകൊണ്ട് അങ്ങനെ പച്ചവ വരാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ആ മിക്സിയുടെ ജാറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കുക. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1/2 കിലോ ചിക്കൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി ഇതൊരു 5 മിനിറ്റ് ഇതുപോലെ തുറന്നു വെക്കുക. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കാം. നന്നായി ഇളക്കി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ വെള്ളമെല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ചിക്കൻ ഇപ്പം വെന്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കുക. വറുത്തരച്ച് പുരട്ടിയ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് ശരിക്കും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിലേക്ക് ഞാൻ വേറെ മസാലയൊന്നും ചേർത്തിട്ടില്ല. വറുത്തരച്ചെല്ലാം ചേർത്തതുകൊണ്ട് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.